നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പണിയും ചെയ്യാതെ സർക്കാർ കൊടുത്ത കിറ്റ് വാങ്ങി ഇനിയുള്ള കാലം ഉണ്ടുറങ്ങി കഴിയാമെന്ന് കരുതിയും അർഹമായതാണെങ്കിൽ പോലും ഈ സർക്കാർ തുടർന്നും ഭരണത്തിൽ വന്നാൽ പെൻഷൻ ഒരിക്കലും മുടങ്ങില്ല എന്നുമൊക്കെ അന്ധമായി വിശ്വസിച്ചാണ് കേരള ജനത പിണറായി സർക്കാരിനെ രണ്ടാമതും ഭരണത്തിലെത്തിച്ചത്. ഇതിപ്പോ കിറ്റുമില്ല, പെൻഷനുമില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നാണ്. പണ്ടത്തെ ഇടതുപക്ഷം എന്നത് പ്രത്യേകിച്ച് CPM പാർട്ടിയായിരുന്നു വലുത്. പിണറായിയുടെ രാജഭരണം വന്നതോടെ കമ്മ്യൂണിസം എന്നതും കേഡർ സംവിധാനം എന്നതുമൊക്കെ പാർട്ടിയിൽ നിന്നും പരിപൂർണമായും നഷ്ടമായി. പിണറായി വിജയന്റെ സ്തുതിപാഠകർക്ക് മാത്രം അധികാര സ്ഥാനങ്ങൾ പങ്കിട്ട് നൽകുകയും പിണറായിയെ വിമർശിക്കാൻ ശ്രമിച്ചവരെ ഒക്കെ ഉന്മൂലനം ചെയ്ത് ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നതുകൊണ്ട് ഓംബ്ര റാൻ സമ്പ്രദായമാണ് ഇപ്പോൾ CPMന്റെ പ്രവർത്തന സംവിധാനം. പുതിയ പുകഴ്ത്തുപാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഴയ കാരണഭൂതനല്ല, ഇത് ഐറ്റം അതിലും കൂടിയ ഇനമാണ്. ഒരു വരി പോയിട്ടൊരു വാക്ക് പോലുമില്ല. പുകഴ്ത്തലിൽ നിന്നും പതിരായി കളയാൻ, പുകഴ്ത്തലോട് പുകഴ്ത്തൽ. സത്യത്തിൽ എന്തൊരു ബോധം കെട്ട കാലത്തിലൂടെയാണ് ഈ പാർട്ടിയുടെ സഞ്ചാരം. ഇങ്ങനെ ഒരു പാട്ട് ഏതെങ്കിലും സ്തുതിപാഠകർ തന്നെക്കുറിച്ച് ഇറക്കി എന്ന് അറിയുന്ന നിമിഷം അത് പാടില്ല എന്ന് പറയുന്നതിന് പകരം താൻ ചെയ്യാത്തതും ഇല്ലാത്തതുമായ വമ്പൻ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച ഈ നുണപ്പാട്ട് കേട്ട് ആസ്വദിച്ച് തലയാട്ടിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ആ മൂടൊന്ന് താങ്ങി പോയ അധികാര സ്ഥാനം തിരികെ കിട്ടാനായി തകർത്താടുന്ന ചിറ്റപ്പൻ EP ജയരാജൻ മുഖ്യമന്ത്രിയെ ഇങ്ങനെ പ്രശംസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും അദ്ദേഹം ചരിത്ര പുരുഷനാണെന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. കേരളത്തിലെ വികസന നായകനാണ് പിണറായി സഖാവെന്നും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്നും ജയരാജൻ കൂട്ടിച്ചേർക്കുന്നു. ഈ ലോകരാജ്യങ്ങളിൽ നമ്മുടെ സ്വന്തം പോളണ്ടും പെടുമായിരിക്കും. കേരളത്തിലെ പ്രളയ സമയത്തും കോവിഡ് സമയത്തും വയനാട്ടിലെ ഉരുൾപൊട്ടൽ സമയത്തുമെല്ലാം ജനങ്ങളെ കൈവിടാതെ കണ്ണിലുണ്ണി പോലെ നോക്കിയ പിണറായി വിജയനെ കുറിച്ചൊരു പാട്ടല്ല, ഒരു ഗാനമേള തന്നെ നടത്തണം എന്നതാണ് ജയരാജന്റെ വിപ്ലവാഹ്വാനം. സഖാവെ, പ്രളയ ഫണ്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ കട്ടതും വയനാട് ഉരുൾപൊട്ടലിൽ കിട്ടിയ മറ്റനേകം കോടികളുടെ കണക്കുകൾ പോലും വ്യക്തമാക്കാതെ ദുരിതബാധിതർക്ക് വേണ്ടി കൃത്യമായി ചിലവാക്കാതെ വായുവിൽ വട്ടം വരയ്ക്കുന്നതുമൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് കേരള ജനത. പിന്നെ ഇത്തരം അഴിമതിയെയും ഫണ്ട് വെട്ടിപ്പുകളെയും വിലക്കയറ്റത്തെയും ഒന്നും പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത ഒരു UDF മണ്ടൻ പ്രതിപക്ഷമായത് നിങ്ങൾക്ക് കൊള്ളാം. വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള കപ്പൽ തുറമുഖം ഉണ്ടാക്കിയതാണ് CPMന്റെ ഭരണ നേട്ടമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കപ്പലുകളെ ലക്ഷക്കണക്കിന് കഷണങ്ങളാക്കി ഒരു ഉപ്പ് കഷണം പോലും ഇല്ലാതിരിക്കുന്ന കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകളിലെ അലമാരിയിൽ വെച്ച് കേരള ജനതയ്ക്ക് തിന്നാൻ കൊടുത്താൽ മതിയാകും. മരുന്നും മണ്ണെണ്ണയും വാങ്ങാൻ പോലും കാശില്ലാതെ മാസങ്ങളായി പെൻഷൻ പൈസ കാത്തിരിക്കുന്ന വയോധികർക്കും വിധവകൾക്കും വികലാംഗർക്കും പിണറായി സഖാവിനെ കുറിച്ചുള്ള പുകഴ്ത്തുപാട്ട് USB-യിലാക്കി വിതരണം ചെയ്താലും മതി. വിശപ്പടങ്ങില്ലെങ്കിലും സ്തുതിസ്വരം കേട്ട് കാതുകളങ്ങ് അടയട്ടെ. ഈ പുകഴ്ത്തുപാട്ടുകാർ പാട്ട് പാടുമ്പോൾ വല്ലാതെ ചിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഗായക കലാജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു നുണപ്പാട്ട് പാടുന്നത്, അവസാനത്തേതും.